അമ്മ ഒന്ന് ട്രസ്റ്റ് ചെയ്, ഈ പ്ലാൻ വർക്കാവും. വരതെ, ഇവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതെന്തായി തീരുന്ന് എനിക്ക് അറിയില്ല. അമ്മായി, നമ്മുടെ മുന്നിൽ ഇനി സമയമില്ല. മുത്തശ്ശൻ തീരുമാനിച്ച എൻഗേജ്മെന്റ് നാളെ നടക്കാൻ പാടില്ല. നീ എന്താ ചെയ്യാൻ പോകുന്നത്? അമൃതേച്ചി ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് മാറ്റണം. എങ്കിലേ എൻഗേജ്മെന്റ് മുടക്കാൻ നമുക്ക് പറ്റൂ. പക്ഷേ അതെങ്ങനെ നടക്കും ആദി? എനിക്ക് വ്യക്തമായൊരു പ്ലാനുണ്ട്, ഞാൻ പറയാം. എന്റെ ഫ്രണ്ട് ജ്യോതികയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷീ വിൽ ഹെൽപ്പ്. അവൾ ഓൾറെഡി ഇങ്ങോട്ട് പുറപ്പെട്ടു. കുറച്ച് കഴിയുമ്പോ കാറുമായിട്ട് അവളിവിടെ എത്തും. എന്നിട്ട് അവളുടെ അച്ഛന് വലിയ എസ്റ്റേറ്റ് ബംഗ്ലാവൊക്കെ ഉണ്ട്. ചേച്ചി അവള് സേഫ് ആയിട്ട് അങ്ങോട്ട് കൊണ്ടേക്കോളും. തൽക്കാലം അമൃതേച്ചി അവിടെ നിന്നോട്ടെ, ബാക്കി നമുക്ക് പിന്നാലോചിക്കാം. നാളെ അമ്മൂനെ ഇവിടെ കാണാണ്ടാവുമ്പോ വലിയ ഭൂകമ്പ നടക്കാൻ പോകുന്നേ. എന്ത് ഭൂകമ്പം വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ അമ്മേ, നമുക്ക് നേരിടാം. ചേച്ചിയെ സേഫാക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഏട്ടൻ പറയുന്നതാ ശരി. ഇവിടെ എന്ത് സംഭവിച്ചാലും നമുക്കത് ഡീൽ ചെയ്യാം. പക്ഷെ അമൃതേച്ചിയുടെ എൻഗേജ്മെന്റ് നടന്നാ അത് പിന്നെ ഒരിക്കലും തിരുത്താൻ പറ്റില്ല. അമ്മു, ചില സന്ദർഭങ്ങളില് കടുത്ത ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. കാലം കുറെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ അതായിരുന്നു ശരിയെന്ന് നമുക്ക് തോന്നും. എണീക്ക്, നിനക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യ. ദേ, എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ തെറ്റ് നിനക്ക് പറ്റാൻ പാടില്ല. എഴുന്നേക്ക്. കാണുന്നില്ലല്ലോ, എത്ര നേരം എടുത്തറിയോ? ഇത് കഷ്ടകാലം പിടിച്ച നേരത്താണോ എനിക്കതെടുത്ത് മാറ്റിവെക്കാൻ തോന്നിയത്? ചവറ്റുകൂരയ്ക്കുള്ളിൽ നിധി വല്ലതും കിടപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പറ, തപ്പിയെടുക്കാൻ ഞാനും സഹായിക്കാം. എനിക്കാരുടെ സഹായമൊന്നും വേണ്ട. ചേട്ടൻ ചേട്ടന്റെ പണി നോക്കിയേ. മോളപ്പൊരു ചക്കരക്കുട്ടി അടുത്ത് കിട്ടിയിട്ടേ ഒന്ന് സഹായിക്കാതെ വിട്ടുകളയാനോ? അതെങ്ങനെ ശരിയാവും? നിൽക്കണവിടെ, നിൽക്കാൻ. വേണ്ട. അതല്ലേ ഇത്?
അമ്മേ പ്ലീസ് ഇങ്ങനെ കരഞ്ഞു വിളിച്ച് ചേച്ചിയെ പാനിക്കാക്കല്ലേ. ഇവളുടെ ജീവിതം ഇങ്ങനെയായി തീരുന്നു ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല. അമ്മുവിന്റെ ജീവിതം ഒന്നുമല്ലാതായി തീരാതിരിക്കാനാ നമ്മൾ ഈ തീരുമാനം ഇവിടെ എടുത്തത്. ഇവളുടെ നല്ലതിനു വേണ്ടിയാ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നേ. വരദാന്റി, ഞാൻ പോയിന്നറിയുമ്പോ എങ്ങനെയാവും മുത്തശ്ശൻ പ്രതികരിക്കുക? മുത്തശ്ശൻ എന്നെ വെറുക്കോ? ഞാൻ ചതിച്ചെന്ന് വിചാരിക്കോ? അതൊന്നും നീ ചിന്തിക്കണ്ട. എന്നെങ്കിലും ഒരിക്കല് അച്ഛൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും തന്നെ എന്റെ പ്രതീക്ഷ. ഇല്ല, മുത്തശ്ശൻ എന്നെ വെറുക്കും, അതെനിക്ക് ഉറപ്പാ. ഇനി ഒരിക്കലും ഈ വീടിന്റെ പടി ചവിട്ടാൻ എനിക്ക് പറ്റില്ല. നിങ്ങളെ ഒന്നും ഒരുപക്ഷെ ഇനി ജീവിതത്തിൽ ഒരിക്കലും ഒന്ന് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയില്. ചേച്ചി ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി സങ്കടപ്പെടാതെ. എവിടെയായിരുന്നാലും ഞങ്ങളൊക്കെ ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ എന്ത് പൊട്ടിത്തെറി ഉണ്ടായാലും കുറച്ചുനാൾ കഴിയുമ്പോ എല്ലാം കലങ്ങി തെളിയും അമൃതേച്ചി.